ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് വൈകിട്ടത്തെ ചായക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ക്യാരറ്റും തേങ്ങയെല്ലാം വെച്ച് വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റിയ ഈ പലഹാരം എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1 കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിൻ്റെ കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 2 കോഴിമുട്ടയാണ്. അപ്പോൾ 2 കോഴിമുട്ടയും കൊണ്ട് ചേർത്ത് കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഈ ടൈമിൽ പ്രത്യേകം വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ മുട്ട കൊണ്ട് തന്നെ നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് എല്ലാം ഒന്ന് നന്നായി അരച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്നുകൂടി നന്നായിട്ട് അടിച്ചെടുക്കണം. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് മൈദപ്പൊടിയാണ്. ഞാനിപ്പോൾ നമ്മുടെ സാധാരണ ടീ കപ്പിന് 1 കപ്പ് മൈദപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഒരു സ്പൂണോ ഇതുപോലെ ഒരു വിസ്കോ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഇതിലേക്ക് ഇനി വേറെ ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ്. അത് കേക്കൊന്ന് നന്നായിട്ട് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഇത്രയും തന്നെയുള്ളൂ, നമ്മുടെ ഈ പലഹാരത്തിന് ഇത്രയും ചേരുവകളുടെ ആവശ്യമുള്ളൂ. ഇനി നമ്മൾ ഇത് ബേക്ക് ചെയ്തിട്ട് എടുക്കുന്നത് കുക്കറിൽ ഒഴിച്ചിട്ടാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ എല്ലാവരുടെയും വീട്ടിൽ കുക്കർ ഉണ്ടാവും. അപ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ ആർക്ക് വേണമെങ്കിലും ഇത് ചെയ്തെടുക്കാം. അതിന് ഓവൻ്റെയോ ബീറ്ററിൻ്റെയോ ഒന്നും ആവശ്യമില്ല. ഏറ്റവും സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്, എന്നാൽ നല്ല ടേസ്റ്റുമാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ കുക്കർ ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് നന്നായിട്ട് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് എന്നിട്ട് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മുടെ കേക്കൊന്ന് എളുപ്പത്തിൽ ഇതിൽ നിന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തട്ടിക്കൊടുക്കാം. ഞാനപ്പോൾ അതിൻ്റെ മുകളിൽ 2-3 കാഷ്യൂനട്ട് കൂടി വയ്ക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ് കേട്ടോ, വെറുതെ ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം വയ്ക്കുന്നതാണ്. ഇനി നമുക്ക് ഈ കുക്കർ അടച്ചു കൊടുക്കാം. അപ്പോൾ അടച്ചു കൊടുക്കുമ്പോൾ ഇതിൻ്റെ വിസിലെടുത്ത് മാറ്റാൻ മറക്കരുത്. വിസിലെടുത്ത് മാറ്റിയിട്ട് ഒരു 35 മിനിറ്റാണ് ഞാനിത് ബേക്ക് ചെയ്തത്. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ഇതിൻ്റെ അടിയിൽ ഇതുപോലെ ഒരു പഴയ ദോശത്തവ എന്തെങ്കിലും എടുത്ത് വയ്ക്കണം, അല്ലെങ്കിൽ കേക്കിൻ്റെ അടിഭാഗം പെട്ടെന്ന് കരിഞ്ഞു പോവും. ഇപ്പോൾ ഞാനൊരു 30 മിനിറ്റിന് ശേഷം തുറന്നു നോക്കിയപ്പോൾ നമ്മുടെ കേക്ക് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാറുമ്പോൾ ഇതിൽ നിന്ന് എടുത്ത് മാറ്റാം. അപ്പോൾ ചൂടാറിയതിന് ശേഷം മാത്രം കുക്കറിൽ നിന്ന് മാറ്റാൻ പാടുള്ളൂ. ഇപ്പം നമ്മുടെ കേക്ക് നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ്, അതുപോലെ കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ്. നമ്മളിതിലേക്ക് വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർത്തിട്ടില്ല. വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന ചേരുവകൾ വെച്ചിട്ട് തയ്യാറാക്കിയിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഉറപ്പായിട്ടും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. ഓക്കെ ഫ്രണ്ട്സ്, ടേക്ക് കെയർ, ബൈ ബൈ.